തിരുവനന്തപുരം കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പരാതി. ടെക്നോ പാർക്ക് ജീവനക്കാരിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചത്. കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഈ സംഭവം എന്നുകൂടി വ്യക്തമാവുന്നു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, ഈ രീതിയിൽ സമാനമായ കേസുകൾ മുൻപ് കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഹോസ്റ്റലിൽ കയറി ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി വന്നിരിക്കുന്നത്. എന്താണ് സംഭവം? പ്രജിൻ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയും വാർത്തയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹോസ്റ്റൽ മുറിയിൽ ഒരു സ്വന്തം മുറിയിൽ വളരെ സുരക്ഷിതമാണ് എന്ന് കരുതുന്ന ഹോസ്റ്റൽ മുറിയിൽ കിടക്കുമ്പോൾ ഒരു പെൺകുട്ടി കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇന്നലെ രാത്രിയിൽ ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടയിലായിരുന്നു ആരോ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ശ്രമം കണ്ട് ഞെട്ടി ഉണരുകയായിരുന്നു യുവതി. അപ്പോൾ തന്നെ ഈ പ്രതി ഓടിപ്പോയി എന്ന് പറയുന്നു. ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. സാധാരണഗതിയിൽ ആ ഹോസ്റ്റലിൽ 2 കുട്ടികൾ ഉണ്ടായിരുന്നതാണ്. ഒപ്പം ഉണ്ടായിരുന്ന കുട്ടി ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഒന്നുകിൽ ആ കുട്ടി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലാകാം ഈ പ്രതി അവിടേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. പക്ഷേ പ്രതിയെക്കുറിച്ച് ഏതെങ്കിലും നിലയിലുള്ള സൂചന ഈ ഘട്ടത്തിലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കെട്ടിടത്തിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നില്ല. അതുകൂടി മനസ്സിലാക്കിയാണോ പ്രതി അവിടേക്ക് എത്തിയത് എന്നും വ്യക്തതയില്ല. ഈ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം പറയുന്നത് ഹോസ്റ്റലിന്റെ മുറിയുടെ കതക് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. സാധാരണഗതിയിൽ 2 കൂട്ടുകാരികൾ ഒന്നിച്ചായിരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും ഒരാളായിരിക്കും കുറ്റിയിടുന്നത്. ഇന്നലെ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ പോലും കതക് കുറ്റിയിട്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി അവിടേക്ക് എത്തിയത് അറിയാൻ കഴിയാത്തത് എന്നുള്ളതാണ് പെൺകുട്ടി മൊഴിയായി നൽകുന്നത്. നിലവിൽ ആ പരിസരത്ത് CCTV ഉള്ളത് കുറച്ച് അപ്പുറത്തേക്ക് മാറിയാണ്. പാതിരാത്രി ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള രാത്രിയിലുള്ള ആൾക്കാർ ആരെങ്കിലും അവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന പ്രദേശത്ത് നിന്ന് കുറച്ച് മാറിയുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയാണ്. ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.